അപ്പോൾ നമുക്ക് തിരിച്ച് കറക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് കറങ്ങാം. അതേപോലെ തന്നെ ഇത് രണ്ടും പിടിച്ചാലും മതി, തിരിഞ്ഞ് കറങ്ങാം. നമുക്ക് കറക്റ്റ് സീലിംഗ് ഫാൻ വൈൻഡിങ് വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഒന്നാമത്തെ പാർട്ട് കാണാത്തവർ ദയവായി ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വൈൻഡിങ്ങിൻ്റെ ഇടയിൽ പേപ്പർ വയ്ക്കണം. അപ്പോൾ അത് ഒന്നുകിൽ റെഡിമെയ്ഡ് മടക്കി വരുന്ന പേപ്പറുണ്ട്, അത് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ടുള്ള പേപ്പറിനെ ഇതിന് കണക്കായിട്ട് ഇതിനകത്ത് വയ്ക്കാനായിട്ട് മടക്കി ഇതിൻ്റെ എൻഡ് ഇതുപോലെ കട്ട് ചെയ്ത് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഏതാണോ സൗകര്യം, അതിപ്പോൾ നമുക്ക് ഓരോ കോറിൻ്റെ സൈസ് അനുസരിച്ച് അതിന് സൂട്ടാകുന്ന പേപ്പർ ഉപയോഗിക്കാം. എല്ലാ സ്ലോട്ടിലും പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചുറ്റി തുടങ്ങിയതും തീരുന്നതുമായിട്ടുള്ള സെറ്റിൻ്റെ ഇടയിൽ പേപ്പർ വയ്ക്കണം. ഇതിൻ്റെ ഇടയിൽ പേപ്പർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഷോർട്ട് ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തുടങ്ങുന്നതും തീരുന്നതുമായിട്ടുള്ള എൻഡിൻ സെറ്റിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും പേപ്പർ വയ്ക്കണം. അപ്പോൾ ഇനി റണ്ണിങ് വൈൻഡിങ്ങിനുള്ള പേപ്പർ വയ്ക്കാം. ഇതിലെല്ലാത്തിലും പേപ്പർ വെച്ചിട്ടുണ്ട്. റണ്ണിങ് വൈൻഡിങ് ചുറ്റി തുടങ്ങേണ്ടത് ഈ സ്ലോട്ടിൽ നിന്നാണ്, ഈ സെറ്റിലാണ്, ഈ രണ്ട് സ്ലോട്ടിലായിട്ടാണ് ചുറ്റി തുടങ്ങേണ്ടത്. അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും തുടങ്ങുന്നതും തീരുന്നതുമായിട്ടുള്ള സെറ്റുകളുടെ ഇടയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിന് നേർക്കാണ്, പേപ്പർ വരുന്നതിന് നേർക്കുള്ള സെറ്റിലാണ് ചുറ്റി തുടങ്ങേണ്ടത്. ചുറ്റുന്ന ഡയറക്ഷനും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ലെഫ്റ്റ് ഡയറക്ഷനിലാണ് ചുറ്റി തുടങ്ങേണ്ടത്. ഒന്നര വിട്ടുള്ളത് മാറി മാറി, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ മാറി മാറി തന്നെ വരണം. അപ്പോൾ ഇതിൽ കോറ് സെറ്റ് ചെയ്യുന്നത് മുമ്പ് കാണിച്ച മെഷീനിൽ കുത്തനായിരുന്നു കോറ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഇതേ പൊസിഷനിലാണ് കോറ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഗ്യാപ്പൊന്നും മുമ്പ് കാണിച്ച മെഷീനിൽ നോക്കുന്നത് പോലെ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല, ഒരുവിധം നോക്കിയാൽ മതി. കാര്യം സ്ലോട്ട് കറക്റ്റായിട്ട് തന്നെ അതിൽ പോയി സീറ്റിംഗ് ആവും. ആ പ്ലേറ്റ് സെൻറ്ററിലുള്ളതുകൊണ്ട് ആ പ്ലേറ്റിൽ കറക്റ്റായിട്ട് പോയി സീറ്റിംഗ് ആവുന്നതുകൊണ്ട് കറക്റ്റ് ഗ്യാപ്പ് കറക്റ്റായിരിക്കും, അതിൽ വലിയ വ്യത്യാസം വരില്ല. ഇപ്പോൾ സൈഡ് ഗ്യാപ്പൊന്നും അധികം നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിലുള്ളൊരു വ്യത്യാസം ഡയറക്ഷൻ ലെഫ്റ്റ് റൈറ്റ് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കാണ് പോയിട്ടിരിക്കുന്നത്. ഒരു ഡയറക്ഷൻ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഡയറക്ഷനിലോട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ ഓരോ സമയത്തും മാറ്റി മാറ്റി കൊടുക്കേണ്ട കാര്യമല്ല, ഓട്ടോമാറ്റിക്. അപ്പോൾ മാനുവൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, മാനുവൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാനുവലായിട്ട് മാറ്റേണ്ടി വരും. ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ ചെയ്തതുപോലെ തന്നെ എൻഡ് മടക്കിയെടുക്കാം. ലെഫ്റ്റ് ഡയറക്ഷൻ. സ്റ്റാർട്ട് ചെയ്യാം. പുറത്തേക്ക് എടുക്കുക. ഇതിലും അതുപോലെ തന്നെ നമ്മളൊരു കൈ വെച്ചിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പി കോറിൻ്റെ ഇടയിലേക്ക് കയറും. അതുപോലെ തന്നെ എല്ലാ സെറ്റ് വൈൻഡിങ്ങും ഒന്നിടവിട്ടുള്ളത് ലെഫ്റ്റ് റൈറ്റ് മാറി വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ സ്റ്റാർട്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് വൈൻഡിങ്ങും ചുറ്റിയെടുക്കാം. ഇത് കംപ്ലീറ്റ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കോപ്പർ കട്ട് ചെയ്ത് മടക്കി വിടാം.
ഇനി ഇതിൽ പേപ്പർ വെച്ച് ലീഡടിച്ച് വാർണിഷ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലും ചുറ്റി തുടങ്ങുന്നതും തീരുന്നതായിട്ടുള്ള എൻഡിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ലീഡടിക്കാനായിട്ട് 1mm, 2mm, 3mm ഈ 3 ഐറ്റം സ്ലീവും വേണ്ടി വരും. അപ്പോൾ അതിൽ 1mm സ്ലീവ് 4 പീസ്, ഏകദേശം 1.5 ഇഞ്ച് നീളം കണക്കാക്കി 4 പീസ് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ സൗകര്യം അനുസരിച്ച് അവരവരുടെ രീതിക്ക് ചെയ്യാം. 4 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ലീഡിലും ആ സ്ലീവ് ഇടാം. സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കത്തിക്കണം. ഇതിൽ ലീഡ് അടിക്കാനുള്ള കമ്പിയുടെ ഇൻസുലേഷൻ കളയുന്നതിന് വേണ്ടിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കത്തി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കമ്പി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് തീ കാണിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഇൻസുലേഷൻ കത്തി മാറും. പിന്നെ അതിനുശേഷം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പി പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ല. ഇനി ഇതിൻ്റെ ഇൻസുലേഷൻ കളയണം. ഇൻസുലേഷൻ കളയുമ്പോൾ കമ്പി പൊട്ടിപ്പോകാതെ നോക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇത് 3mm സ്ലീവാണ്. ഇതിൽ ഏകദേശം ഇവിടെ നിന്ന് ഈ ഹോൾ വരേക്കും വരുന്ന നീളത്തിന് ഒരു സ്ലീവ്, 2mm 2 പീസ്. അത് 3mmനേക്കാളും അല്പം നീളം കുറഞ്ഞാലും കുഴപ്പമില്ല. രണ്ട് പീസ്. 3 കളറിലുള്ള വയർ വേണം. 3 കളർ വയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ലീഡിനാണ് ഈ 3mm സ്ലീവ് വേണ്ടത്. റെഡ് കളർ വയർ ഉപയോഗിച്ചിട്ടാണ് കോമൺ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വൈൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ കോമൺ എടുക്കാനായിട്ട് വേറെ ഒന്നും നോക്കാനില്ല. ഈ സൈഡിൽ വരുന്ന 2 ലീഡ്, ഒന്നുകിൽ 2 സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും തുടങ്ങുന്ന ലീഡ്, അല്ലെന്നുണ്ടെങ്കിൽ തീരുന്ന ലീഡ്, ഇത് രണ്ടും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ കോമൺ ആവും. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ചുറ്റുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ ക്രോസ് ചെയ്തെടുക്കാം. ക്രോസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ കറക്റ്റായിട്ട്, മോട്ടർ കറങ്ങുന്ന ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ തൊട്ടടുത്ത റൈറ്റ് സൈഡിലെ ലീഡ്. അപ്പോൾ ഇത് റണ്ണിങ്ങിൻ്റെ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ സെറ്റിൻ്റെ റൈറ്റിൽ വരുന്ന, അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ നേരെ വരുന്ന സെറ്റിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ഇതിൻ്റെ ഇപ്പോൾ ഈ 2 സെറ്റ് വൈൻഡിങ്, ഈ ലീഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് റണ്ണിങ്ങിൽ. അപ്പോൾ അതിൻ്റെ നേരെ വരുന്ന സ്റ്റാർട്ടിങ് വൈൻഡിങ്, അതിനോട് ചേർന്ന് വരുന്ന റൈറ്റ് സൈഡിലെ ലീഡാണ് കോമണിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് കറങ്ങും. നമുക്ക് തിരിച്ച് കറക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് കറങ്ങാം. അതേപോലെ തന്നെ ഇത് രണ്ടും പിടിച്ചാലും മതി, തിരിഞ്ഞ് കറങ്ങാം. ഈ ഫാനിൽ കറക്റ്റ് ഡയറക്ഷനിൽ കറങ്ങണമെങ്കിൽ ഒന്നുകിൽ ഈ 2 ലീഡും പിടിക്കണം, അല്ലെങ്കിൽ ഈ 2 ലീഡും പിടിക്കണം. ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാം. ഇനി അടുത്ത് കനം കുറഞ്ഞ 2mm സ്ലീവ് ബ്ലാക്ക് റണ്ണിങ്ങിനാണ് കണക്ട് ചെയ്യണത്. യെല്ലോ സ്റ്റാർട്ടിങ്ങിന് അടുത്ത 2mm സ്ലീവ് ഇടാം. ഇനി സോൾഡറിങ് ചെയ്യാം. ഈ സ്ലീവിനെ അതിനുള്ളിലേക്ക് കയറ്റണം. ഇപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ 3 ലീഡിൻ്റെ 3 വയറിൻ്റെ ഇടയിലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ വയ്ക്കണമെന്ന്. പേപ്പർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു പേപ്പർ കട്ട് ചെയ്തിടാം. പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ മൊത്തത്തിൽ കെട്ടാം, എല്ലാ വൈൻഡിങ്ങും സെപ്പറേറ്റ് കെട്ടാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 3 വയറും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലീഡ് ഷോർട്ട് ആവാതിരിക്കാനാണ് ഈ പേപ്പർ വയ്ക്കുന്നത്.
ഇനി ഇതിൻ്റെ ലീഡ് വയർ നമുക്ക് എത്ര നീളം വേണമെന്നുള്ളത് കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് നോക്കി കണക്ഷൻ കൊടുക്കാനുള്ള ലെങ്ത് കൂടെ വിട്ടിട്ട് കട്ട് ചെയ്ത് ഇനി ഇൻസുലേഷൻ എടുത്തിട്ട് ഇതിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നിലും കണ്ടിന്യൂറ്റി ഉണ്ട്, ബോഡിയായിട്ട് കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ വൈൻഡിങ് ഓക്കെയാണ്. ഇനി വാർണിഷ് ഒഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് പൂർത്തിയാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.